കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊരു ചിക്കൻ ഷോപ്പുണ്ട്, അൽബദരിയ കോഴിക്കട. കണ്ട, പെരിങ്ങോട്ടുകാരിയാണ് ഈ സ്ഥാപനം. ഇതിങ്ങനെ ഒരു ഫ്രണ്ടിലൊരു ഷെഡ് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതാണ് ഈ സൈഡിലൊരു വരാന്ത പോലെയുണ്ട്. ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഷോപ്പിൻ്റെ ഉൾവശം. അത്ര വലിയ സൗകര്യമൊന്നുമില്ല, എന്നാലും പരമാവധി നമ്മൾ കസ്റ്റമറിനെ നല്ല ഇതിൽ കൊടുക്കാന്നുള്ള രീതിക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇന്നധികം സെയിലൊന്നും ഇല്ല കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ചിക്കനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് കാരണം അത്രയ്ക്ക് കസ്റ്റമറൊന്നും ഇല്ല. അപ്പോൾ ഈ സമയത്തൊന്നും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടൻ വന്നിട്ട് കുറച്ച് നാടൻ കോഴികൾ കൊണ്ടുവന്നു തന്നിട്ടുണ്ട് എനിക്ക്. നല്ല അടിപൊളി ചാത്തന്മാർ ഉണ്ടോ. അവർ കൂട് മാറി വന്നപ്പോഴേ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ അവർ പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ കയറ്റി വെച്ചും ചിലർ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതിൽ തിരക്കി പുറത്തേക്ക് വരുന്നുണ്ട്. അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ അത്രയ്ക്ക് അങ്ങോട്ട് നിന്ന് തിരിയാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ. അതേ കുറച്ച് ചാത്തൻ കോഴികൾ. ഇത് നമ്മളുടെ അമ്പലത്തിലേക്കൊക്കെ വഴിപാടിന് കൊണ്ടാണ് കോഴികളാണ് വന്ന് വാങ്ങാറുള്ള ആളുകൾ. ഇങ്ങനത്തെ കോഴികളെയാണ് വന്ന് കൊണ്ടുപോവുക വഴിപാടിന്. ഇവിടെ നമ്മളെ പെരിങ്ങോട്ടുകര കുറേ അമ്പലങ്ങളുണ്ട്. അവണയങ്ങാട്, പിന്നെ കാനാടി ദേവസ്ഥാനം, കുട്ടിച്ചാത്തങ്കാവ്, അങ്ങനെ കുറച്ച് അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഈ കോഴികളെയൊക്കെ കൊണ്ടുപോവുക. പിന്നെ വീടുകളുടെ ആവശ്യത്തിനും വീട്ടിൽ വല്ല കലശ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴും ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴികൾ ഇട്ടിരിക്കുന്നത്.